ചേട്ടാ, ലഹരിക്കടിമയായ മകൻ സ്വന്തം അമ്മയെ തന്നെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ കൊളക്കാട് എന്ന പ്രദേശത്ത് നിന്നും പുറത്തു വരുന്നത്. ഇത് കൂടാതെ തന്നെ ഈ യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി തന്നെ പറയുന്നുണ്ട്, തനിക്ക് തൻ്റെ അച്ഛനെ കൂടി കൊലപ്പെടുത്തണം, തൻ്റെ കുടുംബമാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും പറയുന്നുണ്ട്. സത്യത്തിൽ എന്തായിരുന്നു ഇവർക്കിടയിൽ സംഭവിച്ചത്? ലഹരിയുടെ ഉന്മാദത്തിൽ സ്വന്തം മാതാവിൻ്റെ തന്നെ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയ ഒരു മകനാണ് ക്രിസ്റ്റി തങ്കച്ചൻ എന്ന് പറയുന്ന കണ്ണൂരിലെ കേളകം സ്വദേശി. ഈ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ 24-ാം തീയതി, അതായത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് ഗീതമ്മ. ഈ ഗീതമ്മ ഭർത്താവ് തങ്കച്ചനും ഈ മകനായിട്ടുള്ള ഈ ക്രിസ്റ്റിയോടൊപ്പമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഇതൊരു ഇറക്കത്തിൽ നിന്ന് പൊക്കത്തേക്ക് കയറുന്ന ഒരു ഇടുങ്ങിയ വഴിയിൽ കയറി ചെല്ലുന്ന ഇവരുടെ വീട്ടിലാണ്. ഒരൊറ്റ നില, ഒരു മുൻപിൽ ഷീറ്റുകൾ ഇട്ടിട്ടുള്ള ഒരു വീടാണ്. ഈ വീട്ടിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ദാരുണമായ സംഭവം അരങ്ങേറി. ഈ സംഭവത്തിൽ പ്രതി എന്ന് പറയുന്നത് ക്രിസ്റ്റി എന്ന് പറയുന്ന ഇവരുടെ മകൻ തന്നെയാണ്. ഈ ക്രിസ്റ്റി ഇവരുടെ നാട്ടിലെ വിദ്യാലയങ്ങളിലെ പഠനശേഷം ഇയാൾ ഉപരിപഠനത്തിനായിട്ട് ബംഗളൂരുവിലേക്ക് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഇയാളുടെ കൂട്ടുകെട്ടിലൊക്കെ അസ്വാഭാവികതകൾ ഉണ്ടാകുന്നത്, ഇയാളുടെ ജീവിതത്തിലേക്ക് ലഹരി കടന്നു വരുന്നത്. അതിനുശേഷം ഇവിടെയുള്ള വിദ്യാഭ്യാസം പാതി വഴിയിൽ അവസാനിപ്പിച്ച് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. നാട്ടിലേക്ക് എത്തുന്ന ഇയാളെ, ഈ ലഹരിയുടെ വഴിയെയാണ് ഇയാളുടെ യാത്ര എന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഇയാളെ തിരുത്തി നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇയാളുടെ മുന്നിൽ ശത്രുക്കൾ മാതാപിതാക്കൾ മാത്രമായി. തൻ്റെ മുന്നിലുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിന് തടസ്സം തൻ്റെ മാതാപിതാക്കളാണെന്ന് ഇയാൾ തിരിച്ചറിയുന്നു. അങ്ങനെ നിരന്തരം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവാകുന്നു. അങ്ങനെ ഇയാൾ വീട് വിട്ട് എറണാകുളത്താണ് ഈ അടുത്ത കാലത്ത് വരെ താമസിച്ചു വന്നിരുന്നത്. എറണാകുളത്താണ് ഇയാൾ വന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇക്കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് ഇയാൾ തിരികെ ഈ താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ വീട്ടിലേക്ക് വരുന്നത്. ഇയാൾ ഇങ്ങനെ വീട്ടിലേക്ക് വന്ന ദിവസം മുതൽ തന്നെ ഇയാൾ ബംഗളൂരുവിൽ പഠനം നിർത്തി വന്നതിന് ശേഷം തന്നെ ഈ വീട്ടിൽ തർക്കങ്ങൾ നിരന്തരം പതിവായിരുന്നു. കാരണം ഇയാളുടെ പ്രധാന ശത്രുക്കൾ, ഈ വീട്ടിലെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇയാളുടെ മാതാപിതാക്കൾ തന്നെയാണ്. തങ്കച്ചൻ, ഈ ഗീതമ്മ എന്ന് പറയുന്ന 2 വൃദ്ധരാണ്, മധ്യവയസ്സ് പിന്നിട്ട ആളുകളാണ്. ഗീതമ്മ ഈ താന്നിക്കുന്നിലും അതോടൊപ്പം തന്നെ കേളകത്തും 2 ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നുണ്ട്. മൊണാലിസ എന്ന പേരിൽ ഒരു ബ്യൂട്ടി പാർലറും തയ്യൽ കടയും അടങ്ങുന്ന ഒരു ബിസിനസ് ചെയ്താണ് ഈ സ്ത്രീ. അതോടൊപ്പം തന്നെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്തും സജീവമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നു. മഹിളാ മോർച്ചയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഈ റിസോർട്ട് ബിസിനസ്സാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഈ വീട്ടിൽ തങ്കച്ചൻ ഇല്ലാതിരുന്ന ഒരു രാത്രി, തങ്കച്ചൻ കേളകത്ത് തൻ്റെ നിർമ്മാണം നടക്കുന്ന റിസോർട്ടിൻ്റെ ആവശ്യവുമായിട്ട് അങ്ങോട്ടേക്ക് പോയ വേളയിൽ ഈ വീട്ടിലേക്ക് എത്തുന്ന ക്രിസ്റ്റി അമ്മയുമായിട്ട് ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. അമ്മയും അതോടൊപ്പം തന്നെ ഈ തങ്കച്ചൻ്റെ മാതാവ്, 90 വയസ്സ് പിന്നിട്ട മാതാവ് മാത്രമാണ് ആ ഒരു സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ക്രിസ്റ്റി വീട്ടിലേക്ക് എത്തുന്നു, ഈ ഗീതമ്മയുമായിട്ട് വഴക്കാകുന്നു. അതോടൊപ്പം തന്നെ അമ്മ മകനെ പതിവായിട്ടുള്ള പോലെ തന്നെ ഉപദേശിക്കാനും ശ്രമിക്കുന്നു. അതേ തുടർന്ന് പെട്ടെന്നൊരു അവസരത്തിൽ പ്രകോപിതനാകുന്ന ക്രിസ്റ്റി നേരെ കയ്യിൽ കരുതിയിരിക്കുന്ന കത്തിയെടുത്ത് ഈ സ്ത്രീയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയാണ്. കഴുത്തിൽ ദാരുണമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇവർ കിടപ്പുമുറിയിൽ തന്നെ കട്ടിലിൽ ചോര വാർന്ന് കിടക്കുകയാണ്. അതേസമയം തന്നെ ക്രിസ്റ്റി ഈ അമ്മയെ പരിക്കേൽപ്പിച്ചതിന് ശേഷം തൻ്റെ സഹോദരി, ഈ ക്രിസ്റ്റിയെ കൂടാതെ ഈ ഗീതമ്മ തങ്കച്ചൻ ദമ്പതികൾക്ക് വേറൊരു മകൾ കൂടിയുണ്ട്. അവർ ഭർത്തൃ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഭർത്തൃ വീട്ടിൽ കഴിയുന്ന സഹോദരിയെ വിളിച്ചു പറയുന്നു, താൻ തൻ്റെ അമ്മയെ കൊന്നു, നമ്മുടെ അമ്മയെ ഞാൻ കൊന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഗീതമ്മയുടെ സഹോദരങ്ങളെ വിളിച്ചും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ ആ സമയത്ത് ഈ വഴക്ക് നടക്കുന്നത് നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ നിരന്തരം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കളുമായിട്ട് ഈ ക്രിസ്റ്റി നിരന്തരം വഴക്കിടാറുള്ളത് കൊണ്ട് തന്നെ ഇവരാദ്യം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ മടിച്ചു. കാരണം ഇവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നമാണ്, അതിലേക്ക് തങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്നൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ ആ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് നാട്ടുകാരെ പിന്തിരിപ്പിച്ചു. എന്നാൽ അവിടെ നിന്നുള്ള ഒച്ച ഭയങ്കര ബഹളം വർദ്ധിച്ചതോടെ ഈ പരിസരവാസികളായിട്ടുള്ള നിപുൺ അതോടൊപ്പം തന്നെ ദിലീപ്, ഈ 2 ചെറുപ്പക്കാർ നേരെ ഈ വീട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ വീടിൻ്റെ വാതിക്കൽ ഈ ക്രിസ്റ്റി ഈ ഗീതമ്മയുടെ സഹോദരങ്ങളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവർ കാണുന്നത്. ഇവരെ നേരെ ആക്രമിക്കുന്നു. ഈ സഹോദരങ്ങളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ക്രിസ്റ്റി ആക്രോശിക്കുന്നുണ്ട്, തങ്ങളെയും കൊല്ലും എന്ന് ആക്രോശിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഇടപെട്ട് ഈ ക്രിസ്റ്റിയെ ഈ സംഭവത്തിൽ ഈ പിടിച്ച് ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സഹോദരങ്ങൾ ആ സമയം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരിയെ ഇവൻ കൊന്നു എന്ന് പറയുന്നുണ്ട്. അതോടെയാണ് ഈ അവിടേക്ക് വന്ന ആളുകൾ അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഗീതമ്മ അകത്തെ കിടപ്പുമുറിയിലെ കട്ടിലിൽ ചോര വാർന്ന് കിടക്കുന്നതാണ്. ഇവരുടെ ആദ്യം തന്നെ വലിയ രീതിയിലുള്ള ചോര വാർന്നു. അതോടൊപ്പം തന്നെ നേരെ പേരാവൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം
ഈ ക്രിസ്റ്റി വീട്ടിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി, താഴെ ഒരു ഇറക്കമിറങ്ങി നേരെ താഴത്തെ കടയിൽ വന്നിരുന്നു. ഈ പ്രദേശവാസികളായ ചെറുപ്പക്കാർ തന്നെ നമുക്ക് സ്റ്റേഷനിൽ പോകാം എന്ന് ഈ ക്രിസ്റ്റിയോട് പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്റ്റി വളരെ കൂളായിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് നേരെ ഇയാളോട് തന്നെ പറയുന്നുണ്ട്. ഇയാളോട് സ്റ്റേഷനിൽ പോകാമെന്ന് പറയുമ്പോൾ ക്രിസ്റ്റി പറയുന്നത് എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുവിടാമോ ചേട്ടായി എന്ന് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ നേരെ ഈ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്ന് ക്രിസ്റ്റിയും ഈ അയൽവാസിയായ യുവാവും കൂടി നേരെ പോകുന്നത് കേളകം പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ്. കേളകം പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് ബിവറേജ് എത്തുന്ന സമയത്ത് ക്രിസ്റ്റി പറയുന്നു ഇവിടെ ഒന്ന് വാഹനം നിർത്തണം, എനിക്കൊരു സിഗരറ്റ് വാങ്ങണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇയാളോട് പറയുന്നുണ്ട് ഇനി താങ്കൾ പൊക്കോളൂ, ഞാൻ തനിയെ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. അയൽവാസി നോക്കി നിൽക്കെ തന്നെ ഇയാൾ അടുത്തുള്ള കടയിൽ കയറി ഒരു സിഗരറ്റ് വാങ്ങുന്നു. അത് കത്തിച്ച് വലിച്ചുകൊണ്ട് കേളകം പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു. അവിടെ ചെന്ന് ഇയാൾ പറയുന്നതാണ് ഞാൻ എൻ്റെ മാതാവിനെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യും, എൻ്റെ ജീവിതം നശിപ്പിച്ചത് അവരാണ്, അതുകൊണ്ട് ഞാൻ അവരെ കൊന്നു. അതോടൊപ്പം തന്നെ ഈ യുവാക്കളോട് ഇയാൾ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇയാളുടെ കുടുംബം ഈ ജീവിതം നശിപ്പിച്ചത് തൻ്റെ മാതാപിതാക്കളാണ്, അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിനെയും തനിക്ക് കൊല്ലണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റിയെ എന്തായാലും കേളകം പോലീസ് എഫ്ഐആർ ഇട്ട് കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ലഹരിക്ക് അടിമയായി ലഹരിയുടെ ഉന്മാദത്തിൽ ചെയ്തു കൂട്ടിയ ഒരു ക്രൂരതയാണ് സ്വന്തം അമ്മയുടെ കൊലപാതകത്തിലേക്ക് ഇയാളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. കാരണം ഇയാൾ ബംഗളൂരുവിലേക്ക് ഉപരിപഠനത്തിനായി പോയ അവസരത്തിലാണ് ഇയാൾ ലഹരിയുടെ വഴിയെ പോയത്. മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായിരുന്ന മകൻ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് കരുതി തന്നെ ഇവനെ നിരന്തരം ഇതിൽ നിന്ന് ഉപദേശിച്ച് പിന്മാറ്റാൻ മാതാപിതാക്കൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതെ ഒരു വഴിയെ പോയാൽ പിന്നെ ഒരു പോക്കാണ്. അങ്ങനെ തന്നെയാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരം അങ്ങോട്ടേക്ക് എത്തുന്ന വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ അവിടെ ജോലിക്കായിട്ട് എത്തുന്ന ആളുകളെയൊക്കെ ഒരു ലഹരിയുടെ വലയത്തിലേക്ക് വലിച്ചിടുന്ന ഒരു നഗരമാണ്. മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും അധികം NDPS കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു നഗരം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. അവിടെ നടക്കുന്ന ക്രൈമുകൾ എന്ന് പറയുന്നത് അവിടെ ഈ IT വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജോലിഭാരം വളരെയുള്ളൊരു വിഭാഗമാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള സിറ്റിയാണ്. ഈ ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്കും ഈ ലഹരി മരുന്ന് ധാരാളമായിട്ട് എത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. നമ്മുടെ കുട്ടികളാണ് ഈ ഒരു വഴിയിലേക്ക് ഏറ്റവും അധികം വീണു പോകുന്നത്. ലഹരിയുടെ വഴിയിൽ വീണു പോയാൽ പിന്നെ അവിടെ കാത്തിരിക്കുന്നത് വലിയൊരു കുഴിയാണ്. ആ കുഴിയിൽ മരണം എന്ന ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ലഹരി ഉപയോഗിച്ച് ലഹരിക്ക് അടിമയായൊരു കുട്ടിയെ ഈ ഡോക്ടറുടെ അടുക്കലേക്ക് എത്തിച്ചാൽ ഇവർ പറയുന്നത് മാതാപിതാക്കൾക്ക് തങ്ങളോട് സ്നേഹമില്ല, അല്ലെങ്കിൽ മാതാവിന് തന്നെക്കാൾ സ്നേഹം തൻ്റെ അനുജനോടാണ്, അതുകൊണ്ട് തന്നെ പഠനത്തിൽ ശ്രദ്ധയില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വഴി തങ്ങൾ തേടി പോകുന്നു എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ കുട്ടികൾക്ക് ഇത് തങ്ങളുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. തങ്ങൾ ആഘോഷിക്കുന്നത് തങ്ങളുടെ യൗവനമാണ്. ഇവരെ ഉപദേശിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. മാതാപിതാക്കളാണെങ്കിൽ പോലും സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഇവരെ ഉപദേശിക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ യൗവനമാണ് തങ്ങൾ ആഘോഷിക്കേണ്ടത്. വലിച്ചു നീട്ടുന്നത് വാർദ്ധക്യമാണ്, അല്ലാതെ യൗവനമല്ല എന്നൊരു ചിന്താഗതിയാണ് ഈ കൂട്ടർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ ഉപദേശിക്കുന്നവർ ഇവർ ശത്രുക്കളായിട്ട് കാണും. അത് തന്നെയാണ് ഇങ്ങനെ ഉപദേശത്തിനൊടുവിലാണ് ഈ മാതാപിതാക്കളും ഇയാൾക്ക് ശത്രുക്കളായത്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇത്തരത്തിൽ തങ്ങളുടെ ജീവനും കൂടി അപകടത്തിലാകുമെന്ന യാഥാർത്ഥ്യത്തോടെ മാത്രമേ ഈ കൂട്ടരെ സമീപിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കലോ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ സേവനം ഇക്കാര്യത്തിൽ ലഭ്യമാക്കുക. അല്ലാതെ പരിസരവാസികൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അറിയും തങ്ങളുടെ മകൻ ഇത്തരത്തിൽ ലഹരിക്കടിമയാണ് എന്നുള്ളൊരു ചിന്താഗതിയോടെ അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ തങ്ങൾക്കും തങ്ങളുടെ വീട്ടിൽ തങ്ങൾ പോലും സുരക്ഷിതരല്ല എന്നൊരു ചിന്താഗതിയോടെ വേണം ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിച്ചു പോരേണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി.